Hey traders, this is Junaid. Welcome back another video. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സിമ്പിൾ ആണ് സംഭവം എൻ്റെ പക്ഷേ എന്തുകൊണ്ട് സ്മാർട്ട് മണി ട്രേഡേഴ്സ് മോസ്റ്റ് ഓഫ് ടൈം ഫെയിൽ ആവുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് എൻ്റെ വൺ ഓഫ് ദി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള സഫ്വാനാണ്. സഫ്വാൻ ഇന്ന് ആക്ച്വലി USD JPY ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് USD JPYയുടെ N15 ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിനകത്ത് അവൻ പ്ലാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സപ്ലൈ സോണിൽ വന്നിട്ട് ട്രേഡ് എടുക്കുക. ടു ബി ഫ്രാങ്ക് ഒരു വേറെ റിയാലിറ്റി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അവന് ഇവിടെ ഇങ്ങനെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വൺ ഓഫ് ദി ഒരു ട്രേഡറിന്റെ ഒരു സ്റ്റോറി കണ്ടിട്ടാണ് അവന് ഇൻസ്പയർഡ് ആയിട്ട് ഈ ട്രേഡിന് ഈ കാണുന്ന പെർട്ടിക്കുലർ പോയിന്റിനകത്ത് അവൻ ട്രേഡ് എടുക്കാനുള്ള എല്ലാ റീസൺസും ഉണ്ടായിരുന്നത്. അവന് കുറ്റം പറയാനും പറ്റില്ല. M50യുടെ ബേസ് നോക്കുന്ന സമയത്ത് ഇതൊരു പെർഫെക്റ്റ് സെറ്റപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ മീ ഇറ്റ്സ് നോട്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് എന്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് അല്ല എന്നുള്ളത്. പക്ഷെ അവിടെ പലരും നമുക്കിപ്പോ നോക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പം ഇവിടെ പ്രൈസ് ഒരു ഒരു അഗ്രസീവ് ആയ സെൽ സൈഡ് മാർക്കിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓൾസോ ഇവിടെ ഫെയർ വാല്യൂ ക്യാപ്സിന് FAGs ഉണ്ട്. പ്രൈസ് ഈ സപ്ലൈ സോണിൽ എത്തുന്നതിന് മുമ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നതിന് ശേഷം പ്രൈസ് M30 ഓർ M5നകത്ത് ഒരു ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കൺഫർമേഷനും പ്രൈസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. ഇവിടെ പ്രൈസ് ഒരു നല്ലൊരു കൺഫർമേഷനും തന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി നല്ല ചാർട്ടിന് വേണ്ടി M5ലേക്ക് പോകാം. സോ M5ലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാൻ വേണ്ടി പറ്റുന്ന ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ആൻഡ് ഹ്യൂജ് സെൽ ഇവിടെ തന്നിട്ടുണ്ട്. ഫെയർ വാല്യൂ ക്യാപ്സ് ഇവിടെ ഉണ്ട്. ബിക്കോസ് എന്തായാലും ഞാനാണെങ്കിൽ പോലും സെല്ല് നോക്കും. പക്ഷേ അവനും സെല്ല് നോക്കി ആ ഒരു ഇൻഫ്ലുവൻസറെയും ട്രസ്റ്റ് ചെയ്തിട്ട് പുള്ളി അത്യാവശ്യം പോപ്പുലർ ആണെന്ന് അവൻ തന്നെ പറഞ്ഞു. എനിക്കറിയില്ല ഡിസ്കോഡിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എന്തുകൊണ്ടാ ഒരു എൻട്രി എടുത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് ആണ്. അപ്പൊ അത് എനിക്കും വരാവുന്ന മിസ്റ്റേക്ക് കൂടെയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ഒരിക്കലും 100% പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു M50യുടെ ബേസിലെ ഒരു ട്രേഡ് ഇപ്പൊ ഞാൻ എടുക്കുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിം മാത്രം ട്രസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഓരോ സ്മാർട്ട് മണി ട്രേഡേഴ്സിനും വരുന്ന മിസ്റ്റേക്സ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ മുമ്പ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഏഷ്യ ഹൈ യെല്ലോ തിയറിയും കൂടി ഇതിനകത്ത് ഞാൻ കമ്പൈൻ ചെയ്യുന്നുണ്ട്. സോ ഏഷ്യന്റെ ബേസിൽ ട്രേഡ് ചെയ്യുന്ന ഏഷ്യന്റെ ലിക്വിഡേഷന് ശേഷം ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയ കണ്ടന്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ വീഡിയോനെ നമുക്ക് 2 പാർട്ടായിട്ട് എടുക്കാം. ഒന്നാമത്തെ പാർട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോവർ ടൈം ഫ്രെയിമിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്മാർട്ട് മണി ട്രേഡറും, അതേപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്യുന്ന ഒരു ട്രേഡറിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ എന്ന് പറഞ്ഞൊരു പേഴ്സണെ എടുക്കാം. എന്ന് പറഞ്ഞ ഒരു വിക്ടിം അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു സ്മാർട്ട് മണി ട്രേഡർ എപ്പോഴും ട്രേഡ് ചെയ്യുന്നത് M15നെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറും, ആൻഡ് ബി എന്ന് പറഞ്ഞൊരു പേഴ്സൺ പുള്ളി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം അനലൈസ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 പേഴ്സണിനെ വെച്ചിട്ടാണ് ഈ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എല്ലാ സ്മാർട്ട് മണി ട്രേഡേഴ്സിന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടിയും എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മാർക്കറ്റിനെ എല്ലാ ഡയമെൻഷനും ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇവിടെ ട്രാപ്പ് ആവണമെന്നില്ല. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇതിനകത്ത് സ്മാർട്ട് മണി ട്രേഡിംഗ് പഠിച്ചാൽ SMC എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അതൊരു ഹോളി ഗ്രെയിൽ സ്ട്രാറ്റജി ആണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ട്രേഡ് ചെയ്യാൻ വരുന്ന ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ അതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് മാത്രം വരുന്ന ആളുകളെ ഉ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈവൻ ദോ ഇപ്പൊ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഇതുപോലെ മിസ്റ്റേക്ക് സംഭവിക്കും. സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേയും തേഴ്സ്ഡേ ഒക്കെ ഓൾറെഡി എന്റെ കോഴ്സ് കഴിഞ്ഞ് പേഴ്സണൽ മാനേജർഷിപ്പ് എടുത്തിട്ട് ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് NSD, USD, JP USD മാർക്കറ്റ്സ് എല്ലാം കഴിഞ്ഞ വീക്കിൽ മൊത്തം സെല്ലായിരുന്നു. പക്ഷേ അവള് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ബൈ സൈഡ് അതെല്ലാം മെസ്സിലടിക്കുന്നുണ്ട്. ഞാൻ റീസൺ പറഞ്ഞു ഇന്ന കാര്യം. അപ്പൊ അവള് തന്നെ അനലൈസ് ചെയ്ത് H4ലും ഡെയിലിയിലും അതുപോലെ തന്നെ H1ലൊക്കെയാണ്. ഈവൻ H1ൽ പോലും മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കയറിയിട്ടാണ് കൗണ്ടർ ട്രെൻഡിന്റെ ബേസിൽ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ഒരു വീക്ക് എങ്ങനെയാവും നമുക്ക് കണ്ടറിയാം. ഓൾസോ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ വീക്ക് നമുക്ക് മന്ത് എൻഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാതെ. ഞാൻ അതിലേക്കൊന്നും അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പൊ ഒരു M15ന്റെ ബേസിൽ മാത്രം ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെ M15ന്റെ നോളജ് അല്ലെങ്കിൽ സ്മാർട്ട് മണി വെച്ചിട്ട് M15ന്റെ ബേസിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡറെ സംബന്ധിച്ചോളം നോക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലൊരു ഞാനിവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാം. ഇപ്പം
എന്റെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല. അല്ലെ എന്റെ 1 to 1 കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം നമ്മൾ M50 നോക്കുവാണ്. M50 നോക്കുമ്പോൾ ഓവറോൾ മാർക്കറ്റ് M50ന്റെ ബേസിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കുന്ന സമയത്ത് നമ്മൾ റേഞ്ച് ബേസ്ഡ് ഒരു തിയറിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ലിക്വിഡിറ്റി കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിന് ഒരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യണം. സോ ട്രേഡിംഗ് റേഞ്ചിന് വേണ്ടി പ്രൈസ് ആദ്യം നമുക്ക് ലിക്വിഡിറ്റി ഹണ്ട് വേണം. അല്ലെങ്കിൽ ഒരു മാനിപുലേഷൻ വേണം. ഐ മീൻ ഒരു അക്യുമുലേഷൻ, ഒരു മാനിപുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതിനകത്ത് മാനിപുലേറ്റഡ് ഏരിയനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എൻട്രീസ് എന്ന കാര്യങ്ങളെല്ലാം ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ചാർട്ട് വരുന്ന സമയത്ത് ഇവിടെ പ്രൈസ് ആക്ച്വലി ഒരു അക്യുമുലേഷൻ ഫേസ് ആയിരുന്നു. സോ ഈ അക്യുമുലേഷൻ ശേഷം പ്രൈസ് എന്ത് ചെയ്തു അപ്സൈഡിലേക്ക് ഒരു മാനിപുലേഷൻ തന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ ഒരു മാനിപുലേറ്റഡ് പ്രൈസിന് എന്ത് ചെയ്തു അപ്സൈഡിലേക്ക് ഒരു മാനിപുലേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഈ മാനിപുലേഷൻ ശേഷം പ്രൈസ് ചെയ്ത എന്താ തിരിച്ച് താഴോട്ട് വന്നു ആൻഡ് ഒരുപാട് നേരം ഇവിടെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള ലോവർ ടൈം നിങ്ങൾ നോക്കി ഈ ടൈം പ്രൈസ് ഒരു ഡിമാൻഡ് സോണിൽ വരുന്നു. ചെറിയ അപ്സൈഡ് മൂവ്മെന്റ് ലോവർ ടൈം ഫ്രെയിമിൽ എന്തായാലും ഇവിടെ ഡാം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. സോ കുറച്ച് ട്രേഡേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നു ട്രാപ്പ് ആവുന്നു. അഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു താഴോട്ട് വരുന്നു. ഒരു നെക്സ്റ്റ് ഒരു QML ലൈൻ അല്ലെങ്കിൽ ഒരു ഇപ്പൊ റീറ്റെയിൽ ആസ്പെക്ടിൽ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എന്താ പറയാ ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലെ. സോ ഹെഡ് ആൻഡ് ഷോൾഡർ പ്രൈസ് വീണ്ടും അപ്സൈഡിലേക്ക് ക്രിയേഷൻ. സോ ഈ ടൈം പ്രൈസ് ഇവിടെ ബൈസൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് ഹണ്ട് ചെയ്ത് താഴോട്ട് വരണം. സോ ഫൈനലി പ്രൈസ് എന്ത് ചെയ്തു ഈ സ്വിംഗിൽ ബ്രേക്ക് ചെയ്തു. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഒരു അക്യുമുലേഷൻ, മാനിപുലേഷൻ, ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു നമ്മുടെ പ്രീവിയസ് ആയുള്ള സ്ട്രക്ചറിലോ ബ്രേക്ക് അല്ലെങ്കിൽ മേജറിലോ ബ്രേക്ക് ചെയ്തു. നോക്കുന്ന സമയത്ത് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്. ദെൻ വി ഹാവ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സോ ഒരു എവിഡൻസ് കിട്ടും. നെക്സ്റ്റ് എവിഡൻസിന് വേണ്ടി നമുക്ക് ഇതേ ഒരു സാധനം ഓപ്പോസിറ്റ് സൈഡിലും സംഭവിക്കണം എന്നല്ല നമ്മൾ അവിടെ എന്ത് നോക്കുന്നുള്ളൂ ട്രേഡിനുള്ള പോസിബിലിറ്റീസ് മാർക്കറ്റിനകത്ത് നോക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ക്യൂംസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ ഡിഫറെന്റ് രീതിയിലുള്ള ക്യൂംസ് ഉണ്ട്. അതിനകത്തൊരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഒരുപാട് സമയം എടുത്തിട്ടാണ് നിങ്ങളുടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ സ്ട്രോങ്സ്റ്റ് പ്രൈസ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിനുള്ള മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഈ കാണുന്നുള്ള പൊട്ടൻഷ്യൽ വളരെ എന്തായിരിക്കും കുറവായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഇത്തരം സെറ്റപ്പിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അത് SL അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഏരിയയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു C+ കാറ്റഗറി ആയിട്ട് മാത്രം ട്രേഡ് ലെസ് ദാൻ 0.30 താഴെ മാത്രം റിസ്ക് ആയിട്ട് മാത്രം ഇത്തരം സെറ്റപ്പിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ വന്നത് TP അടിക്കുവാണെങ്കിൽ പോലും വെച്ചാൽ അത്രയും ഹൈ റിസ്ക് സെറ്റപ്പ് ആണ്. സോ നമുക്ക് മാർക്കിന് ഒരു ഓപ്ഷൻ ഐ മീൻ ഒരു സ്ട്രോങ് ഏരിയ കിട്ടി തന്നെ നമുക്ക് എന്ത് വേണം ഒരു അഗെയിൻസ്റ്റ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പ്രൈസ് ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് നോക്കുമ്പോൾ M50ന്റെ ബേസിൽ മാത്രം ട്രസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് എനിക്കൊരു ട്രേഡിംഗ് ഏരിയ അല്ലെങ്കിൽ ട്രേഡിംഗ് റേഞ്ച് അല്ലെങ്കിൽ ഒരു റേഞ്ച് സൈക്കിൾ തിയറി ഇവിടെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ വൺസ് പ്രൈസ് ഇത്രയും കിട്ടി അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് പ്രൈസ് ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പൊ ഇത്രയും കിട്ടിയ ശേഷം നെക്സ്റ്റ് നമ്മുടെ ഏരിയ എന്താണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്ക് പല POIs ഉണ്ട് ലൈക്ക് ബ്രേക്ക് ബ്ലോക്ക്, കോസി മോഡൽ ലൈൻ, മിറ്റിഗേറ്റ് അങ്ങനെ പല POIs ഉണ്ട്. ആൻഡ് പ്യൂർലി ഒരു സപ്ലൈ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡ് തിയറി വെച്ച് ട്രേഡ് ചെയ്യുന്ന നിങ്ങളാണെങ്കിൽ പോലും ഓക്കെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത എന്റെ കോഴ്സിന്റെ ബേസിലാണ്. ഇനി അതല്ല നിങ്ങൾ സപ്ലൈ ഡിമാൻഡ് ബേസിൽ ചെയ്യുവാണെങ്കിൽ പോലും നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു FEG ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് മാർക്കറ്റ് നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല സെല്ലാണ്. ആൻഡ് ഈ FEG സ്റ്റിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല ഫിൽ ചെയ്തിട്ടില്ല. മുമ്പ് തവണ ഫിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല. തിരിച്ച് പ്രൈസ് ഇപ്പൊ എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് FEGയിലേക്ക് പ്രൈസ് തിരിച്ച് റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് നോക്കാം ഒരു സപ്ലൈ സോൺ ഇവിടെ വരെ ചെയ്യാം. ഞാൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും വരച്ചു. അപ്പൊ എനിക്ക് മാർക്കറ്റിനകത്ത് പ്രൈസ് എന്ത് തന്നിട്ടുണ്ട് ഒരു സപ്ലൈ സോൺ തന്നിട്ടുണ്ട്. ഓവറോൾ പ്രൈസിന്റെ ഡയറക്ഷൻ എന്താണ് സെല്ലാണ്. മാർക്കറ്റ് എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ഓപ്ഷൻ എന്താണ് പ്രൈസ് തിരിച്ച് എങ്ങോട്ട് വരുമ്പോൾ എന്റെ POയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു കൺഫർമേഷൻ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം സെല്ല് ചെയ്യാം. ഇതാണ് എന്റെ ഫ്യൂച്ചർ ട്രേഡിങ്ങിനകത്തുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഒരു സപ്ലൈ സോണിന്റെ പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നിങ്ങളൊക്കെ ലിക്വിഡിറ്റി പഠിച്ചതാണല്ലോ. സോ നമ്മൾ ഈ സ്മാർട്ട് മണി കോഴ്സിനകത്ത് അതിനകത്ത് എക്സ്പ്ലനേഷൻ തന്നെ എന്താ ലിക്വിഡിറ്റി എല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സം കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ അല്ലേ. ഒരു ഡബിൾ ടോപ്പ് അല്ലെ പ്രൈസ് ഇവിടെ കാണുന്നത്. ഈക്വലി രണ്ട് ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അല്ലെ നമുക്ക് റിലേറ്റീവ് ഈക്വൽ ഹൈ ഉണ്ട്. അപ്പൊ ഡബിൾ ടോപ്പും ഉണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഈക്വൽ ഹൈയും നമുക്ക് പ്രൈസ് ഇവിടെ ക്രിയേറ്റ്. അപ്പൊ ലിക്വിഡിറ്റീസ് കാര്യങ്ങളല്ലാണ്ട് എന്തുകൊണ്ടും ഈ സോൺ ഹൈ പൊട്ടൻഷ്യൽ സോൺ ആണ്. ഞാൻ ലിക്വിഡിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും ഹൈ പൊട്ടൻഷ്യൽ സോൺ ആണെന്ന് നിങ്ങൾ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്തു. ഓക്കെ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഞാൻ തിങ്ക് ചെയ്തു. ഓക്കെ ഒരു കോമൺ മാൻ അല്ലെങ്കിൽ കോമൺ ഷെയർ എന്നുള്ളത് ഞാൻ തിങ്ക് ചെയ്തു. എന്റെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ് പ്രൈസ് ഇവിടെ വരുമ്പോൾ കൺഫർമേഷൻ കിട്ടുക ട്രേഡ് എടുക്കുക. സോ ഞാൻ എന്ത് ചെയ്തു ഓൾസോ ഇതിന്റെ കുറച്ചുകൂടി നമ്മൾ ഏഷ്യ തിയറി പഠിച്ച ഏഷ്യ ലിക്വിഡിറ്റിയുള്ള ചാൻസസ് ഒക്കെ നമുക്ക് അപ്പൊ ഏഷ്യ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഏഷ്യ വരുന്നത് സംവർ ഓൺ ഹിയർ സ്കാൻഡിൽ. സോ ഏഷ്യന്റെ ലോ ദെൻ ഏഷ്യന്റെ ഹൈ 1130. ഓക്കെ സോ ഏഷ്യന്റെ ലോയും കിട്ടി ഏഷ്യന്റെ ഹൈയും കിട്ടി. ഞാൻ ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ സോ ഏഷ്യ കിട്ടി. അപ്പോൾ ബേസ്ഡ് ഓൺ ഏഷ്യ നമുക്കൊരു POന് തൊട്ടത് ഏഷ്യ ഉണ്ട്. യാ എല്ലാം വർക്ക് ചെയ്തു. മാർക്കറ്റ് ഓവർ N50 സെല്ലാണ്. സപ്ലൈ സോൺ ഉണ്ട്. എനിക്ക് അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്. ഏഷ്യയുടെ ഹൈ ഉണ്ട്. ദെൻ ഏഷ്യയുടെ ഹൈന്റെ തൊട്ട് അലൈൻഡ് ആയിട്ട് എനിക്ക് അവിടെ എന്ത് വരുന്നുണ്ട്
ഒരു ലിക്വിഡിറ്റി മോഡൽ വരുന്നുണ്ട്. സോ തിരിച്ചവിടെ വരുമ്പോ എനിക്ക് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടും. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. ഒരു വ്യത്യാസം ടെക്നിക്കൽ സൈഡ് എല്ലാം ഓക്കെയാണ്. നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. നിങ്ങൾ ചെയ്ത ഒറ്റ മിസ്റ്റേക്ക് നിങ്ങളെ ഹയർ ടൈം ഫ്രെയിമിനെ ഡിപെൻഡ് ചെയ്തില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് കൺഫർമേഷൻ വേണ്ടി നിങ്ങൾക്ക് M50 ആയതുകൊണ്ട് M3, M5, M1 യൂസ് ചെയ്യാം. ബേസിക്കലി നമ്മളെ കമ്മ്യൂണിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് M3യും M5ഉം ആണ്. ഞാനിവിടെ കുറച്ചുകൂടി ചാർട്ട് പെർഫെക്റ്റ് ആവാൻ വേണ്ടി M3, M5 യൂസ് ചെയ്തിട്ടുണ്ട്. സോ പ്രൈസ് ഹയർ ടൈം ഫ്രെയിം പിയിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെ MSS അല്ലെ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് കാരറ്റ് എന്നൊക്കെ വിളിക്കാം. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ പ്രൈസ് തന്നു. അഗെയിൻ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട് പ്രൈസ്? ഫെയർ വാല്യൂ ഗ്യാപ്പ്. ക്യാൻ യു സീ ദാറ്റ്? പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ സപ്ലൈ സോണിൽ എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. എന്റെ സഫൻ ഡ്രോയും ചെയ്തത് അത് തന്നെയാണ്. ഇവിടെ സെല്ല് നോക്കി ഐ തിങ്ക് ഓൺ ബ്രേക്കിൽ കുറച്ചുകൂടി മോൾ ഐ തിങ്ക് ഇവിടെ തന്നെ തോന്നുന്നു. സെല്ല് ഹൈ പേഴ്സണലി അവന്റെ ടാർഗറ്റ് 1:3 അതാണ് അവന്റെ ഫേവറേറ്റ് ടാർഗറ്റ്. അത് ഞാനിവിടെ വെച്ചു. നിങ്ങളുടെ പ്ലാന് പ്രകാരം പ്രൈസ് എന്ത് ചെയ്തു? നിങ്ങളുടെ POയിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ. തിരിച്ച് POയിലേക്ക് വന്നു. നല്ല കൺഫർമേഷൻ തന്നു. എന്തിനു വേണ്ടിയാ? ഇനി ഇവിടെയും കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ വീണ്ടും. ജസ്റ്റ് M1ന്റെ ബേസിലോ അല്ലെങ്കിൽ M30 സെക്കൻഡിന്റെ ബേസിലോ എല്ലാം കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് മാർക്കറ്റിനകത്തുണ്ട്. സോ ഈ കാണുന്ന ഒരു ഏരിയ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഇവിടെ M30 സെക്കൻഡ്സിലൊക്കെ ബേസിൽ എന്തായാലും കൺഫർമേഷൻ കിട്ടിയിട്ട് അടുത്ത ട്രേഡ് ഇവിടെ എൻ്റർ ആയി നോക്കിയിട്ടുണ്ടാവും. പക്ഷെ പ്രൈസ് എന്ത് ചെയ്തു? നമ്മുടെ പോലെ തന്നെ ചിന്തിക്കുന്ന ഹ്യൂമൻസ് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അൽഗോരിതം ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവരെല്ലാം ട്രാപ്പ് ചെയ്തിട്ട് പ്രൈസ് എങ്ങോട്ട് പോയി? മുകളിലോട്ട് പോയി. ബാഡ് ലക്ക് നമുക്ക് ആ ട്രേഡ് എന്ത് ചെയ്തു? ലോസ് അടിച്ചു. അല്ലെങ്കിൽ എനിക്ക് ആ ട്രേഡ് ലോസ് അടിച്ചു. അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പേഴ്സൺ ആ ട്രേഡ് ലോസ് അടിച്ചു. പക്ഷേ ഈ ട്രേഡ് നമുക്കിവിടെ ഒഴിവാക്കായിരുന്നു. അതാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എന്ന പേഴ്സണ് എങ്ങനെയാണ് ചാർട്ട് അല്ലെങ്കിൽ ചാർട്ടിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു എ എന്ന് പറഞ്ഞൊരു ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു എ എന്ന് പറഞ്ഞൊരു ട്രേഡർ സ്മാർട്ട് മണി ട്രേഡർ അയാള് ചെയ്യുന്ന എല്ലാം തെറ്റാന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാം ഓക്കെയാണ്. നിങ്ങൾ കണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ എന്താ സംഭവിച്ചെന്നുള്ളത്. ജസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ട്രാപ്പിലെ SMT സ്മാർട്ട് മണി ട്രാപ്പിന്റെ ഭാഗമായിട്ട് മാറി. ടെക്നിക്കലി എല്ലാം ഓക്കെയാണ്. പക്ഷെ M50ന്റെ ബേസിൽ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ബി എന്ന് പറഞ്ഞ പേഴ്സൺ ഹയർ ടൈം ഫ്രെയിം ഡയറക്ഷൻസ് എല്ലാം നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ആ ഒരു പേഴ്സന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ മൈൻഡ് സെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിന് മുന്നിലേക്ക് വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യമാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എന്റെ പിള്ളേരുടെ അടുത്ത് എപ്പോഴും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ എല്ലാ ആഴ്ചയിലും സ്റ്റാർട്ട് വിത്ത് വീക്ക്ലി. ഓക്കെ. ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം വീക്ക്ലി ചാർട്ട്സിൽ നിങ്ങൾ അഗെയിൻ ബാക്കിലേക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിലെ പ്രൈസ് വീക്ക്ലി നമ്മുടെ ഏരിയയിൽ ഏതെല്ലാം ഏരിയയിൽ എത്തിയിട്ടുണ്ട്, അവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാ മന്തും ഫ്രഷ് ആയിട്ട് എന്ത് നോക്കുക? മന്ത്ലി ചാർട്ട്സ് നോക്കുക. ഇപ്പോൾ ഓൾറെഡി ഒരു പുതിയ മന്താണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മന്ത്ലി ചാർട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾ ഓരോ ദിവസവും എവിടെ നിന്ന് തുടങ്ങുക? ഡെയിലിന്റെ വ്യൂസ് എന്താണ്? ഡെയിലിന്റെ ബയാസ് എന്താണ്? ഇത്തരം ഇൻഫർമേഷനിൽ തുടങ്ങുക. എന്നിട്ട് വേണം നിങ്ങളെ H4ലേക്ക് നിങ്ങളെ ഇൻട്രാഡേയിലേക്ക് വരാൻ വേണ്ടി. സോ ഇൻട്രാഡേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ H4 ചാർട്ടിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിരിക്കണം. എന്നതിന് ശേഷം മാത്രമേ പിന്നീട് H1ഉം M30ഉം M50യിലേക്കൊക്കെ വന്നിട്ട് നിങ്ങൾ ട്രേഡ് നോക്കാൻ വേണ്ടി പാടുള്ളൂ. സോ ഇവിടെ ഞാനൊരു ഹയർ ടൈം ഫ്രെയിം പെർസ്പെക്ടീവ് ട്രേഡ് ചെയ്യുന്ന സെയിം സ്മാർട്ട് മണി ട്രേഡ് ഓക്കെ സെയിം സ്മാർട്ട് മണി ട്രേഡറുടെ മൈൻഡ് സെറ്റിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. സോ ഞാൻ ജസ്റ്റ് വീക്ക്ലി ചാർട്ട് എടുത്തു. വീക്ക്ലി നോക്കുന്ന സമയത്ത് ഓവറോൾ മാർക്കറ്റ് എന്താണ്? ഒരു ബുള്ളിഷ് ആണ്. സോ എന്തുകൊണ്ട് ബുള്ളിഷ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു വീക്ക്ലി ഡിമാൻഡിൽ വന്നു റിയാക്ട് ചെയ്തു. അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ക്യാൻഡിൽ വിത്ത് ബോഡി ക്ലോഷർ അല്ല വീക്ക് ക്ലോഷർ ആണ്. സോ ദാറ്റ് മീൻസ് സ്റ്റിൽ ആ ഒരു ഏരിയ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പ്രൈസ് മുകളിലോട്ട് പോയി പ്രീവിയസ് ആയിട്ടുള്ള ക്യൂഎംഎൽ ലൈനിൽ റിയാക്ട് ചെയ്ത് താഴോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ ലോ ലിക്വിഡേറ്റ് ആവാനുള്ള ചാൻസസ് ആർ ഹൈ. ദാറ്റ് മീൻസ് ഈ ലോ വയലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രൈസ് സ്റ്റിൽ എന്റെ ഇവിടെ വന്നു. മിറ്റിഗേറ്റർ വിക്കിൽ വന്നു. തിരിച്ച് പ്രൈസ് എങ്ങോട്ട് പോവാണ്? അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇത് മുകളിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോണമെന്നില്ല. പ്രൈസ് എന്ത് ചെയ്യാം? ഓക്കെ പോസിബിലിറ്റി നമുക്ക് എന്തുണ്ട്? ഇവിടെ എവിടെയെങ്കിലും FVGയോ അല്ലെങ്കിൽ ബ്രേക്കറോ അല്ലെങ്കിൽ ക്യൂഎംഎൽ ലൈനിലെത്തുന്ന പ്രൈസ് തിരിച്ച് താഴോട്ട് ഫോളോ ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിവേയ്സ് ഡെയിലി ഓവറോൾ നോക്കുമ്പോൾ വന്നിട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ കാണുന്ന ഏരിയാസ് എല്ലാം ഓക്കെ ഈ കാണുന്ന ഈക്വലിൽ നമ്മൾ എന്തിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറിൽ ലിക്വിഡേഷന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഐ മീൻ മന്ത്ലിന്റെ ഏതെങ്കിലും ഒരു ഏരിയ ഇതിന് തൊട്ട് താഴെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. മന്ത്ലി ഏരിയ ഐ തിങ്ക് ഇവിടെ നമുക്കൊരു എന്താ പറയാ നമുക്കൊരു ഫ്ലിപ്പ് സോൺ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാം. എനിവേയ്സ് നമുക്ക്
വീക്കിലി ഇത്രയാണ് നമ്മുടെ വ്യൂസ്. അപ്പൊ വീക്കിലി നോക്കുന്ന സമയത്ത് ചെറിയൊരു ബുള്ളിഷ് മൊമെന്റം പ്രൈസ് തന്നിട്ടുണ്ട്. ക്യാൻഡിൽ റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഷോർട്ട് ടൈം ഒരു ബൈ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ എന്നിരുന്നാൽ പോലും സെൽ സൈഡ് നമുക്ക് സ്റ്റിൽ കൺഫേം ആണ്. സോ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരു ഡിസിഷൻ അവിടെ കിട്ടി. ഞാനിവിടെ ഹൈ പെർസെന്റേജിൽ റിസ്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ 1% റിസ്ക് ചെയ്യുന്ന ആളുകൾ 2 അല്ലെങ്കിൽ 2.5% റിസ്ക് ചെയ്യുന്നൊക്കെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൈ റിസ്ക് ചെയ്യാതെ ഒരു മീഡിയം റിസ്കിൽ മാത്രം എന്ത് ചെയ്യുക എൻട്രി പ്ലേസ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റിസ്ക് ഉണ്ട്. ഏത് സമയത്തും പ്രൈസ് അഗെയിൻസ്റ്റ് ഡയറക്ഷൻ റിയാക്ട് ചെയ്യാം. ദെൻ വെൻ കംസ് ടു ഡെയിലിത്തെ പ്രൈസ് സെഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഡെയിലി നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ജസ്റ്റ് റീസെന്റ് പ്രൈസ് സെഷൻ മാത്രം നോക്കിയാൽ മതി. ഡെയിലിന്റെ എന്തുണ്ടായിരുന്നു ഇവിടെ FVG. Can you see that? പ്രൈസ് ഡെയിലിന്റെ ഒരു FVG ഉണ്ട് അല്ലേ? ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് നല്ല അഗ്രസീവ് ആയിട്ട് വന്നു. ആൻഡ് മൺഡേ പ്രൈസ് അതേ ഒരു സെല്ല് ഓക്കെ ഈ ഒരു ക്യാൻഡിന്റെ ഇതേ സെല്ല് പ്രൈസ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം ചെറിയൊരു പ്രൈസ് എക്സോസ്റ്റ് ആവാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം. ഓൾസോ പ്രൈസ് എവിടെ റിയാക്ട് ചെയ്തു? ഐ മീൻ എന്റെ ഡെയിലിന്റെ FVG പ്രൈസ് ഡെയിലിന്റെ FVGയിൽ റിയാക്ഷൻ തന്നു. ഓൾസോ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് എന്താണ്? ഡെയിലിന്റെ ബ്രേക്ക് ബ്ലോക്ക് ഐ മീൻ ജസ്റ്റ് ഹിയർ ബ്രേക്ക് ബ്ലോക്കിലാണ് പ്രൈസ് ഉള്ളത്. പിന്നെ ഇവിടെ ആകെ ഒരു കോംപ്ലിക്കേഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ലിക്വിഡിറ്റിയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞു എന്ത്? യാ പ്രൈസ് സെൽ സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു ബൈ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഹൈലി റിസ്കി. ഓക്കെ അത്രയും റിസ്ക് ഉണ്ട്. നമ്മൾ അനുസരിച്ച് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഈ ഡെയിലിന്റെ FVGയിൽ പ്രൈസ് എന്തായാലും കുഴപ്പമില്ലാത്ത റിയാക്ഷൻ കാണിക്കുന്നത് ഡാം ഷുവർ ആണ്. ഓക്കെ ചെറിയൊരു മൊമെന്റെങ്കിലും അപ്സൈഡിലേക്ക് തരുന്നിട്ടായിരിക്കാം. ചെറിയൊരു ഒരു ബൈ സൈഡ് മൊമെന്റം തന്ന് ഇപ്പൊ ഇവിടെയൊക്കെ ബൈ ചെയ്തൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പ്രൈസ് ചെറിയ ബൈ മൊമെന്റ് തന്ന് അല്ലെങ്കിൽ എന്നിട്ടായിരിക്കും പ്രൈസ് എങ്ങോട്ട് പോകുന്നുണ്ടാവുക താഴോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. എനിവേയ്സ് നമുക്ക് എന്തായാലും റിയാക്ഷൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡെയിലിന്റെ ബേസിൽ മാർക്കറ്റ് സ്റ്റിൽ നോക്കുന്ന സമയത്ത് ഡെയിലിന്റെ ബേസിൽ ചെറിയൊരു ഒരു ഷോർട്ട് ടേം നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ബുള്ളിഷ് ഓക്കെ. പക്ഷെ ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഇറ്റ്സ് സെൽ സൈഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിവേയ്സ് നമുക്ക് ജസ്റ്റ് H4ലേക്ക് നോക്കാം. H4ൽ പറയണ്ടല്ലോ എന്തായാലും മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണ് ആൻഡ് സ്ട്രോങ് ബൈ സൈഡ് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ല സെൽ സൈഡ് മൂവ്മെന്റ് മാർക്കറ്റിനകത്തുണ്ട്. പ്ലസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? വി ഹാവ് ബ്രേക്ക് എ ബ്ലോക്ക്. ദിസ് ഇസ് അവർ ബ്രേക്ക് എ ബ്ലോക്ക്. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രേക്ക് എ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു ഇവിടെ. എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്തു? അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഷോർട്ട് ടേം ബുള്ളിഷ് ആണ്. വീക്കിലി നോക്കുന്ന സമയത്തും ഷോർട്ട് ടേം ബുള്ളിഷ് ആണ്. പക്ഷേ സ്റ്റിൽ സെൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഷോർട്ട് ടേം ബുള്ളിഷ് ആണ്. ആൻഡ് H4ലും മാർക്കറ്റ് എന്താണ് ബുള്ളിഷ് ആണ്. ഈ ഒരു 3 ടൈം ഫ്രെയിമിലും ഷോർട്ട് ടേം മാർക്കറ്റ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബൈ സൈഡ്. നമുക്കിവിടെ ബെറ്റർ നോക്കാൻ പറ്റുന്ന ഒരു ചാൻസും എന്താണ്? ബൈയിനുള്ള പോസിബിലിറ്റി ആണല്ലേ. സോ എന്റെ എവിടെ വന്നു പ്രൈസ്? H4ന്റെ ബ്രേക്കിൽ വന്നു. ഡെയിലിയുടെ ഡിമാൻഡ് സോണിൽ വന്നു. വീക്കിലി നമുക്ക് അവിടെ വ്യത്യാസം ഒന്നും ഇല്ല. ഞാൻ നേരെ ചാർട്ട് എവിടേക്ക് സ്വിച്ച് ചെയ്തു? H1ലേക്ക് സ്വിച്ച് ചെയ്തു ഇൻട്രാഡേക്ക് വേണ്ടി. സോ H1ലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് H4ന്റെ ഡിമാൻഡ് സോണിൽ ഐ മീൻ ബ്രേക്കിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് കാറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ പ്രൈസ് തന്നു. അപ്പൊ ഈ ഒരു എവിഡൻസ് പ്രൈസ് തന്നു. ഇൻഡിക്കേറ്റ്സ് ഇന്ന് മാർക്കറ്റ് നമുക്ക് ഷോർട്ട് ടേം എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? ബൈ സൈഡിനുള്ള പോസിബിലിറ്റി പ്രൈസ് നമുക്ക് തരുന്നുണ്ട്. സോ നമുക്ക് എന്ത് നോക്കാം? ബൈ നോക്കാം. സോ പ്രൈസ് ഈ ഒരു ഇതിന് ശേഷം നല്ല സ്ട്രോങ് സ്റ്റൈൽ ഒരു അക്യുമുലേഷൻ ഫേസിന് ശേഷം മാർക്കറ്റ് ഐ മീൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാനിപ്പുലേഷൻ തന്നു. പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് അപ്സൈഡിലേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എവിഡൻസ് അവിടെ കിട്ടിയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്? നമ്മുടെ POIs നോക്കണം. ഇവിടെ POI നോക്കുമ്പോൾ എന്തുണ്ട്? ബ്രേക്ക് എ ബ്ലോക്ക്. ഓക്കെ. ഇവിടെ പ്രൈസ് എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? ബ്രേക്ക് എ ബ്ലോക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് H1ലും മാർക്കറ്റ് എന്താണ്? ബുള്ളിഷ് ഇൻഡിക്കേഷൻ സ്ട്രോങ് ബൈ ക്യാൻഡിലാണ്. തീർച്ചയായും ബ്രേക്ക് എ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെയിം നമ്മുടെ കൺഫർമേഷൻസ് എല്ലാം നോക്കണം. കൺഫർമേഷൻ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ചാർട്ട് എവിടേക്ക് സ്വിച്ച് ചെയ്തു? M5ലേക്ക് സ്വിച്ച് ചെയ്തു. M5ലേക്ക് വന്നതിന് ശേഷം പ്രൈസ് എവിടെ ടാപ്പ് ചെയ്തു? ഓ ഷിറ്റ്. ഓക്കെ. M5ലേക്ക് വന്നതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? എന്റെ POയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാൻ യു സീ ദാറ്റ്? ദെൻ പ്രൈസ് എന്ത് ചെയ്തു? നേരെ വന്നിട്ട് നമുക്ക് വേണ്ട എന്താണ്? ഒരു കൺഫർമേഷൻ അല്ലേ. സോ കൺഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രൈസ് POയിൽ വന്ന് ടാപ്പ് ചെയ്തു. ദെൻ എനിക്ക് എന്ത് കിട്ടി? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി ഇവിടെ. ദെൻ എന്തായി? അഗെയിൻ M5ന്റെ ബേസിൽ കൺഫർമേഷൻ ആയി ഇവിടെ. M5ന്റെ ഡിമാൻഡ് സോൺ. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിയർ. സോ M5ന്റെ ഡിമാൻഡ് സോൺ ഉണ്ട്. ദെൻ ഈ M5ന്റെ ഡിമാൻഡ്സിനെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ എനിക്ക് എന്തും കിട്ടിയിട്ടുണ്ട്? ലിക്വിഡിറ്റി. ഓക്കെ. എനിക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന പെർട്ടിക്കുലർ ഏരിയയിൽ എന്ത് നോക്കാം? എൻട്രി നോക്കാം. എസ്എൽ എവിടെ വെക്കാം? ബിലോ ദ പ്രൊട്ടക്റ്റർ ലോ ടാർജറ്റ് എവിടെ വെക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന സെൽ സൈഡ് ലിക്വിഡിറ്റി ടാർജറ്റ് വെക്കാം. സിമ്പിൾ. സെൽ സൈഡ് ലിക്വിഡിറ്റി ടാർജറ്റ് വെക്കാം. പ്രൈസ് ക്ലീൻ ആയിട്ട് അവിടെ വന്ന് സെൽ സൈഡ് എടുത്തിട്ടുണ്ട്.
എന്നിട്ടാണ് പ്രൈസ് എങ്ങോട്ട് ഫോളോ ചെയ്തത്. ചെറിയൊരു ഫോൾ താഴോട്ട് വന്നിട്ട് പിന്നെ വീണ്ടും ചെറിയ മൊമെന്റം തന്നു. അപ്പൊ സെയിം ചാർട്ട് 2 പെർസ്പെക്ടീവ്സ് അല്ലേ? 2 ഡിഫറന്റാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ രണ്ടാളും എന്താ പറയാ മൈൻഡ് സെറ്റും നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റും. രണ്ടാളും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ രണ്ടാളുടെ മൈൻഡ് സെറ്റിലൂടെയും പോയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിന്റെ ബേസിൽ ട്രേഡ് ചെയ്തു. അതിന് കുഴപ്പമൊന്നുമില്ല. നല്ലത് തന്നെയാണ് ലോവർ ടൈം ഫ്രെയിം നോക്കുന്നത്. പക്ഷെ അതിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ അല്ല. ആഹ്, എല്ലാ ടൈം ഫ്രെയിമും നിങ്ങൾ സ്വിച്ച് ചെയ്തിട്ട് എല്ലാ ടൈം ഫ്രെയിമിലും നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വേണം എന്ത് ചെയ്യാന്, മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാന്. ട്രേഡിംഗ് റിസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് തന്നെയാണ്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് സിമിലർ ലൈക്ക് എ റുബിക്സ് ക്യൂബ്. ഓക്കെ. നമുക്കത് ഫസ്റ്റ് ടൈം സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് ഗ്രാഡ്വലി അതിന്റെ ഒരു പാത്ത് മനസ്സിലാക്കി സോൾവ് ചെയ്യുമ്പോൾ പിന്നെ എളുപ്പമാണ്. പക്ഷേ പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സോൾവ് ചെയ്യുന്നതിന്റെ സ്പീഡ് ഇൻക്രീസാ ചെയ്യുന്നത്. ഇവിടെ ഇത് തന്നെയാണ്. കുറച്ച് സമയം പിടിക്കും. ആഹ്, നിങ്ങൾ എഫോർട്ട് എടുക്കുക. മാക്സിമം ടൈം എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ആൻഡ് ഒരു സ്ട്രാറ്റജിയും ഹോളി ഗ്രെയിൽ സ്ട്രാറ്റജി അല്ല. എല്ലാ സ്ട്രാറ്റജിക്കും അതിന്റേതായുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കോഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ സ്മാർട്ട് മണി എസ്എംസി ആണെങ്കിലും, അല്ലെങ്കിൽ എംഎസ്എൻആർ ആണെങ്കിലും, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണെങ്കിലും, ഇൻഡിക്കേറ്റേഴ്സ് ബേസ്ഡ് ആയുള്ള ട്രേഡിംഗ് ആണെങ്കിലും എല്ലാത്തിനും അതിന്റേതായുള്ള ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ട്രാറ്റജിയും പെർഫെക്റ്റ് അല്ല. ഒന്നും 100% അല്ല. ദെർ ഈസ് നോ സ്ട്രാറ്റജി പ്രൂവൺ 100%. ഈവൻ ദോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് പോലും സംടൈംസ് അവർ ലോസിലേക്ക് പോകാറുണ്ട്. എന്ന് വെച്ചിട്ട് അവർ നമ്മളെ പോലെ സ്റ്റോപ്പ് ലോസ് ട്രേഡിലാ ട്രേഡ് ചെയ്യുന്നത്. ഒരു കോൺട്രാക്ട്സിന്റെയും എഗ്രീമെന്റ്സും ബോണ്ട്സിന്റെയും ഒക്കെ ബേസിൽ ട്രേഡ് ചെയ്യുന്ന ഒരുപാടാണ് ആളുകൾ വരുന്നത്. സോ നിങ്ങള് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എന്താ പറയാ, ഓപ്പോസിറ്റ് പ്ലെയറുടെ ഒരു മൈൻഡ് സെറ്റോടെ നിങ്ങളവിടെ തിങ്ക് ചെയ്യുക. ആൻഡ് അവരുടെ മൂവ്മെന്റ് ഏത് സമയത്തും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം മാർക്കറ്റിനകത്ത്. നമുക്ക് 100% അവരാവാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സ്മാർട്ട് മണി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ട്രേഡർ ആവാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക. വൺ ഡേ നമ്മളിത് എന്ത് ചെയ്യും? ഇതിനകത്ത് സക്സസ് ആവും. എനിക്ക് ഉറപ്പാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൽ ട്രൈ ചെയ്യുക. ഇതിനൊരു മെന്റർഷിപ്പ് എടുക്കണമെന്നോ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മള് തന്നെ ഒരുപാട് കോഴ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. ഒത്തിരി കണ്ടന്റ്സ് സ്മാർട്ട് മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് ബ്രേക്ക് ഡൗൺസ് ആയിട്ടുള്ള നമ്മുടെ ക്യൂ&എസിലായാലും ഒരുപാട് കണ്ടന്റ്സ് നമ്മുടെ യൂട്യൂബിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സൈക്കോളജി, നിങ്ങളുടെ എമോഷൻസ് കൺട്രോൾ, നിങ്ങളുടെ ഗ്രീഡ് എങ്ങനെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ മണി മാനേജ്മെന്റ് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഇതൊക്കെ വരുമ്പോഴാണ് സ്ട്രാറ്റജി പെർഫെക്റ്റ് ആവുന്നുള്ളൂ. ഫോർ മീ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 30% മാത്രമാണ്. ബാക്കിയുള്ളത് സൈക്കോളജിയും, മണി മാനേജ്മെന്റും, എമോഷൻ കൺട്രോളും, ഗ്രീഡ് എല്ലാമാണ്. എന്ന് വെച്ചിട്ട് എനിക്ക് അത് ആ 70% കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ആ ട്രേഡിങ്ങിലേക്ക് എത്തേണ്ട ഒരു പാത്ത് വേണം അല്ലേ? അതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് ആയി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിനകത്ത് ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് ലെവൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിനകത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ശരിയാണ് വരുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കില് ആം, തൊട്ട് മുമ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കോഴ്സ് എടുക്കണം മാൻഡേറ്ററി അല്ല എന്നുള്ളത്. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരാള് വേണം ഓപ്പോസിറ്റ് സൈഡില്. എന്നെ കല്യാണം കഴിച്ചാ പോരെ? പക്ഷേ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് കിട്ടിയാ പോരെ? പക്ഷെ ട്രേഡിംഗ് സൈഡിലേക്ക് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡില് നിങ്ങക്കൊരു ഒരു ഒരു ട്രേഡർ വേണം ഓപ്പോസിറ്റ് സൈഡില്. നിങ്ങക്കൊരു ഫ്രണ്ടിനെ വേണം. ഒരു ഫാമിലിയുടെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കോഴ്സിനകത്ത് ജോയിൻ ചെയ്താൽ മതി. നമുക്ക് വെറൈറ്റി ടൈപ്പ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് ഫോർ ബിസി പീപ്പിൾസ് ആൻഡ് ഹൈബ്രിഡ് സെഷൻസ് അവൈലബിൾ ആണ് ഫോർ സ്റ്റുഡന്റ്സ് ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ് ആൻഡ് പേഴ്സണൽ മെന്റർഷിപ്പ് ട്രെയിനിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതെല്ലാവർക്കും കംഫർട്ടബിൾ ആവും. കമ്പാരിറ്റീവ്ലി ബിറ്റ് എക്സ്പെൻസീവ്. ഓക്കെ. ബട്ട് ബാക്കിയുള്ള വെഞ്ചേഴ്സിനെ അപേക്ഷിച്ച് എക്സ്പെൻസീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. എനിവേയ്സ് ഞാൻ വീണ്ടും കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരുപാട് ഫ്രീ മെറ്റീരിയൽസ് യൂട്യൂബിനകത്തുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, ട്രേഡ് ചെയ്യാവുന്നതാണ്, ഒരുപാട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതിനെ മാത്രം ട്രസ്റ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ട്രേഡ്സ് ചാനൽ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സീ യു ദെൻ.